നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. പ്രതികൂല കാലാവസ്ഥയും ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്താൻ വൈകുന്നതുമാണ് കാരണമായി ജില്ലാ ഭരണകൂടം പറയുന്നത്. ഒരാഴ്ചക്കകം ദൗത്യം പുനരാരംഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായി അർജുന്റെ ബന്ധു ജിതിൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഡ്രഡ്ജർ എത്തിക്കൊണ്ട് ഉള്ള ഒരു തിരച്ചിലിന്റെ ഉറപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കളക്ടർ പറഞ്ഞു പറഞ്ഞ 4 ദിവസമെങ്കിലും എടുക്കുമെന്ന ഒരു കാര്യമാണ് മാധ്യമങ്ങളുമായിട്ട് അവർ പങ്കുവച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയിട്ടും 21-ാം തീയതി രാത്രി ശ്രീ മഞ്ചേശ്വരം MLA ശ്രീ AKM അഷ്റഫ് അവർ ഇവിടെ എത്തിച്ചേരും എന്ന ഒരു അറിയിപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നോടും ആ സമയമാകുമ്പോഴേക്ക് ഇവിടെ എത്താൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ തന്നെ തുടരാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അവർക്ക് വിസിബിലിറ്റി പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വെള്ളത്തിന്റെ വ്യാപ്തി കൂടിയിട്ടില്ലെങ്കിൽ കൂടിയിട്ടും തെളിച്ചത്തിന് കുറവുണ്ടായിരുന്നു. അതൊരു സാഹചര്യം തന്നെയാണ്, നമ്മളത് ഉൾക്കൊള്ളുന്നു. എന്നിരുന്നാൽ കൂടിയും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ ഇത് എത്രയും പെട്ടെന്ന് ആ വണ്ടിയുടെ അടുത്തേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം നമ്മൾ ഒന്നുകൂടി ഇവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ഇവിടെ തുടരാനാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഷിരൂരിൽ നിന്ന് KV ബൈജു ചേരുന്ന വിശദാംശങ്ങളുമായി. ബൈജു, അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 1 മാസം പിന്നിടുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ നിരാശപ്പെടുത്തുന്ന വാർത്ത വരുന്നത്. താൽക്കാലികമായി ഈ തെരച്ചിൽ, അർജുൻ ഉൾപ്പെടെ 3 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നുള്ളത് നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ ആഴ്ച ഈ ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്താൻ വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഈ ഡ്രഡ്ജർ എത്താൻ വൈകുന്നതാണ് ഈ ദൗത്യം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള കാരണമായി ജില്ലാ ഭരണകൂടം പറയുന്നത്. എന്തുകൊണ്ടാണ്? എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള തടസ്സമാണോ ഈ ഡ്രഡ്ജർ എത്താൻ വൈകാനുള്ള കാരണം? ടോമെ, തീർച്ചയായും കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായതും 11 പേരെ കാണാതാവുകയും അതിൽ 8 പേരുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. നിലവിൽ അർജുൻ ഉൾപ്പെടെ കന്നഡികരായ 2 പേരുടെ, അങ്ങനെ 3 പേരുടെ ഇത്തരത്തിൽ കണ്ടെത്താനുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഇതിനിടെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡ്രഡ്ജർ ഇവിടുന്ന് ഗോവയിൽ നിന്നാണ് എത്തിക്കേണ്ടത്. പക്ഷേ അത് റോഡ് മാർഗം എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം കൊങ്കൺ റെയിൽവേക്കൊക്കെ കടന്നു പോകുന്ന അത്രയും വലിയൊരു യന്ത്രം അതുവഴി കടന്നു വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കടൽ മാർഗം ഈ പുഴയിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. അപ്പോഴും ആ ഒരു പാലം കടന്നു കിട്ടാനുണ്ട്. ഏതായാലും ഈ ഡ്രഡ്ജർ എത്തിക്കഴിഞ്ഞാൽ തന്നെ 1, 2, 3 ദിവസം ഇതിവിടെ ഈ പുഴയിൽ സെറ്റ് ചെയ്യാൻ സമയമെടുക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഈ പുഴയിലെ അടിത്തട്ടിൽ സീറോ വിസിബിലിറ്റി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും വസ്തുക്കൾ കാണാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈശ്വർ മൽപ്പിയും നേവിയും എല്ലാം കൂടി ഇത്തരത്തിലുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും ചെറിയ വസ്തുക്കൾ, ഈ ലോറിയുടെ ചെറിയ വസ്തുക്കളല്ലാതെ ലോറി കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത്രത്തോളം വലിയ കല്ലും പാറയും ചളിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ആ ലക്ഷ്മണൻ എന്ന് പറയുന്ന ചായക്കട, നേരത്തെ ഈ മണ്ണിടിച്ചിൽ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ കടയുടെ തൊട്ട് സമീപത്തുണ്ടായ ഒരു കൂറ്റൻ ആൽമരം ഈ പുഴയിൽ പതിച്ചിട്ടുണ്ട്. ആ ആൽമരത്തിൻ്റെ താഴെയായാണ് ഈ ലോറി ഉള്ളത് എന്നാണ് ഈ ഇന്ദ്രപാൽ, നേരത്തെ മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ, അദ്ദേഹം റഡാർ പരിശോധനയോട് കണ്ടെത്തിയത്. അവിടെ എത്തണമെങ്കിൽ ഈ ഡ്രഡ്ജർ കൊണ്ട് പരിശോധന നടത്താതെ മനുഷ്യ സാധ്യമായി അത് പറ്റില്ല എന്ന ഒരു അവസ്ഥയുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈശ്വർ മൽപ്പെ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ തിരച്ചിൽ നടത്തിയിരുന്നു. നേവി ഉണ്ടായിരുന്നു, SDRF ഉണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. വലിയ സംയുക്തമായുള്ള ഒരു തെരച്ചിൽ നടത്തിയിട്ടും വലിയ ഫലം കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഇന്നലെ പെട്ടെന്ന് ഇത്തരത്തിൽ തിരച്ചിൽ താൽക്കാലികമായി നിർത്തുന്നു എന്ന ഒരു പ്രഖ്യാപനം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടായത്. കാലാവസ്ഥ കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രദേശത്ത് വലിയ മഴയാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ മഴ വന്നതോടുകൂടിയാണ് ഈ പുഴയിലെ വെള്ളത്തിന് കലക്ക് വെള്ളമായി വന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണമായതും. ഒപ്പം ഈ മൺകൂനകൾ, നിരവധി മൺകൂനകളുണ്ട്, അതൊക്കെ തട്ടി അവിടുന്ന് മാറ്റേണ്ടതുണ്ട്. അതിന് അടിയിലായാണ് ഇപ്പോൾ ലോറിയുള്ളത്. ആ ലോറിയിലേക്ക് എത്തണമെങ്കിൽ, അർജുനരികിലേക്ക് എത്തണമെങ്കിൽ ആ ഡ്രഡ്ജർ എത്താതെ സാധിക്കില്ല എന്നൊരു വിലയിരുത്തലിലാണ് ജില്ലാ ഭരണകൂടം എത്തിയത്. ഏതായാലും കുടുംബത്തിന് 22-ാം തീയതി തിരച്ചിൽ തുടരുമെന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് എത്രത്തോളം കൃത്യമായി പാലിക്കുമെന്നറിയില്ല. ഏതായാലും ഒരു അനിശ്ചിതത്വം ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. ഈ കുടുംബത്തിന് ഇത്തരത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഡ്രഡ്ജർ ഇതുവരെ എത്തിക്കാനുള്ള ഒരു തീരുമാനം, അത് ഏത് രീതിയിൽ എത്തിക്കാനുള്ള നടപടി എന്നൊക്കെ തീരുമാനമാകാനുണ്ട്. അതിൽ പോർട്ട് അധികാരികളുടെ പെർമിഷൻ വേണം.
വേണം, കടലിലൂടെയാണ് വരേണ്ടത്, അതൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അത് ഒരാഴ്ച കൊണ്ടിനി ലഭിക്കുമോ എന്ന് എന്തായാലും ഒരു ആശങ്ക കുടുംബത്തിനുണ്ട്. അപ്പോഴും AKM അഷ്റഫ് MLA ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് 22-ാം തീയതി തിരച്ചിൽ വീണ്ടും തുടങ്ങുമെന്ന്. എന്തായാലും ആ പ്രതീക്ഷ, അവസാനമായ ഒരു പ്രതീക്ഷ നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സൂചിപ്പിച്ചിരുന്നു. ഓരോ ദിവസം കഴിയും തോറും ഈ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ. കാരണം അത്രത്തോളം വലിയ മഴയും ഈ പുഴയിലെ വലിയ ഒഴുക്കുമൊക്കെ ഉള്ള ഒരു സാഹചര്യം. മാത്രമല്ല ഈ ലോറിയിലെ ക്യാമ്പിനകത്ത് തന്നെ അർജുൻ ഉണ്ടോ എന്ന ഒരു ചോദ്യം. എന്നാലും അർജുൻ ഇപ്പോഴും കാണാമറയത്ത് തന്നെ. ഒപ്പം ലോകേഷും ജഗന്നാഥും ഉൾപ്പെടെ രണ്ടുപേർ, അതായത് കന്നഡികരാണ്, അവരെയും കണ്ടെത്താനുണ്ട്. അവർക്കും കൂടിയുള്ള തെരച്ചിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത്. കർണാടക സർക്കാരിൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചെങ്കിലും അവർക്ക് ഈ പുഴയിലുള്ള ഈ ലോറി കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കാനുള്ള യാതൊരുവിധ മാർഗവും ഇതുവരെ സാധിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനമായി ഇന്നലെ ക്രെയിൻ ഉൾപ്പെടെ അത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നെങ്കിലും ഈ ഡ്രഡ്ജർ എത്താതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഈ തെരച്ചിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഏതായാലും കാർവാർ MLA സതീഷ് സാൽവെ ഇത്തരത്തിൽ ഈ ദൗത്യം ഉപേക്ഷിക്കില്ല എന്നൊരു ഉറപ്പ് ഇന്നലെ നൽകിയിരുന്നു. എന്തായാലും ദൗത്യം തുടരും, 3 പേരെയും കണ്ടെത്താനായുള്ള ദൗത്യം തുടരും. അതിന് ഏറ്റവും അവസാനത്തെ ശ്രമമാണ് ഈ ഡ്രഡ്ജർ എന്ന് പറയുന്നത്. 50 ലക്ഷം രൂപ വാടക നൽകിയാണ് ഇത് ഗോവയിൽ നിന്നും പോലെ അർജുന് വേണ്ടി, അർജുനെ കണ്ടെത്താൻ വേണ്ടി മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു സാഹചര്യം, ഈ നേരത്തെ ബൈജു സൂചിപ്പിച്ചു, കർണാടക സർക്കാർ അതിനുവേണ്ടിയുള്ള പരമാവധി ഊർജിതമായിട്ടുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന്. പക്ഷേ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച ഈ രക്ഷാദൗത്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ 2 പേർ, ഈ അർജുനൊപ്പം ഇനി കണ്ടെത്താനുള്ളത് 2 കർണാടക സ്വദേശികളെയാണ്. അവിടുത്തെ ആളുകൾക്കിടയിൽ ഒരു അതൃപ്തിയോ നീരസമോ ഈ രക്ഷാപ്രവർത്തനം വൈകുന്നതിലുണ്ടോ ബൈജു? തീർച്ചയായും പ്രാദേശിക ജില്ലാ ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ്. അത് അർജുൻ്റെ കുടുംബത്തിനായാലുമുണ്ട്, ലോകേഷിൻ്റെ കുടുംബത്തിനായാലുമുണ്ട്, ജഗന്നാഥിൻ്റെ കുടുംബത്തിനുമായാലുമുണ്ട്. കാരണം ഇവർ പല കാര്യങ്ങളും എടുക്കുന്നത് വളരെ വൈകിയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഈശ്വർ മൽപെ 8 മണിക്ക് രാവിലെ എത്തിയിട്ടും ജില്ലാ ഭരണകൂടം ഈശ്വർ മൽപയ്ക്ക് അനുമതി നൽകാത്ത ഒരു സാഹചര്യം. അദ്ദേഹം 10 മണിവരെ കലക്ടറെ കാത്തിരുന്നു. ജില്ലാ കലക്ടർ എത്തിയിട്ട് തെരച്ചിൽ നടത്താൽ മതി എന്നായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ 10 മണിക്കും ജില്ലാ കലക്ടർ എത്താത്തതിനെ തുടർന്ന് MLAയുടെ നിർദ്ദേശപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ജീവൻ പണയം വെച്ചായിരുന്നു ഈശ്വർ മൽപെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നത്. വലിയ തോതിൽ ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഈ യോഗത്തിൽ, ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ 50 ലക്ഷം രൂപയാണ് ഇതിന് ചെലവ് കണക്കാക്കിയത്. അത് ജില്ലാ ഭരണകൂടത്തിന് ചെലവ് വഹിക്കാൻ കഴിയില്ല എന്ന് വരെ ഒരു ഘട്ടത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് കാർവാർ MLA ഇടപെടുകയും തൻ്റെ MLA ഫണ്ടിൽ നിന്നും ആ പണം തരാമെന്ന് അദ്ദേഹം പറയുകയും അതിനുശേഷമാണ് ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം ആ പണം നൽകാൻ തീരുമാനിച്ചതും. എന്തായാലും ഇതിലൊക്കെ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതേ ജില്ലാ ഭരണകൂടം തന്നെയാണ് ഇനി മുൻകൈ എടുത്ത് മറ്റ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അതിനി ഏത് രീതിയിൽ നടത്തുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ബാക്കിയാണ്. ഒരുപക്ഷെ നേരത്തെയൊക്കെ ജിതിൻ ഉൾപ്പെടെ പറഞ്ഞത്, കുടുംബം ഉൾപ്പെടെ, അതായത് അർജുൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും ഒക്കെ വന്ന് ശിരൂരിൽ കലക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരിക്കും എന്ന് ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള ഒരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു അവർ. അത് AKM അഷ്റഫും കൃത്യമായി ഭരണകൂടത്തെ അറിയിച്ചിരുന്നു. താനും ആ സമരത്തിൽ അവരോടൊപ്പം ഉണ്ടാവുന്നു. ആ ഒരു അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് വീണ്ടും തിരച്ചിൽ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം തിരച്ചിൽ തുടങ്ങിയത്. പക്ഷേ അതെങ്ങും എത്താത്ത ഒരവസ്ഥ. ഈ ലോറിയുടെ, അർജുൻ്റെ ലോറിയുടെ ഒരു കയറും ഒരു ജാക്കിയും ഏതാനും ഭാഗങ്ങളും, ഇത്രയും വസ്തുക്കൾ മാത്രമാണ് ഈ തെരച്ചിൽ നടത്തിയത്. ഇതിൽ ഈശ്വർ മൽപ പ്രധാനമായും പറഞ്ഞത്, മുങ്ങൽ വിദഗ്ധർക്ക് ഇതിൽ ഒരു പരിധിയുണ്ട്. കാരണം വലിയ തോതിലുള്ള പാറകളും ഈ മരങ്ങളും ഒക്കെ അടിഞ്ഞുകൂടിയ ഒരു സാഹചര്യമുണ്ട്. വളരെ ദുഷ്കരമാണ് ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഇത്തരത്തിൽ ഈ ലോറിക്ക് അരികിലെത്തുക. അതിന് യന്ത്രങ്ങൾ വേണം, ഇത്തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങൾ വേണം. മണ്ണ് ഇളക്കി മാറ്റി ആ കല്ലുകളും പാറക്കൂട്ടങ്ങളും അവിടുന്ന് മാറ്റിയിടേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഈ ലോറിയുടെ അരിയിലെത്താനും ലോറി ഇത്തരത്തിൽ സ്റ്റീൽ ഹുക്കിട്ട് പുറത്തേക്ക് കൊണ്ടുവരാനൊക്കെ പറ്റും. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ മുങ്ങൽ വിദഗ്ധർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അർജുൻ്റെ അരികിലേക്ക് എത്താൻ കഴിയില്ല എന്നൊരു സാഹചര്യം ഇന്നലെ തന്നെ ഉരുത്തിരിച്ച് വന്നിരുന്നു. അതുകൊണ്ടാണ് ഈശ്വർ മൽപെ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു നിർദ്ദേശം പറഞ്ഞത്, ഡ്രഡ്ജർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണമെന്ന്. പക്ഷേ അതും അപ്പോഴും ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുമോ എന്ന കാര്യത്തിൽ പോലും സംശയം ഉയരുന്നുണ്ട്. എന്തായാലും അതിനി കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഒരുപക്ഷെ കുടുംബത്തിൻ്റെ വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. അവർ ആ രീതിയിലൊക്കെ തയ്യാറെടുക്കുന്നു. ഏതായാലും ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ശിരൂരിൽ തന്നെ തങ്ങുകയാണ്. ഇവിടെ നിന്നും ഇതിനൊരു തീരുമാനമാകാതെ മടങ്ങില്ല എന്നാണ് പറയുന്നത്. 22-ാം തീയതി തിരച്ചിൽ തുടരും. അത്ര വരെ ശിരൂരിൽ തന്നെ തുടരുമെന്ന് തന്നെയാണ് ജിതിൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. കുടുംബത്തിൻ്റെ ഒരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതാണ്.
ഒരു ഘട്ടത്തിൽ, അതായത് അർജുനെ കാണാതായി ആദ്യത്തെ ഒരാഴ്ച തന്നെ ഈ കുടുംബം പൊട്ടിത്തെറിച്ചിരുന്നു. അതായത് ചില വീഴ്ചകൾ ഈ രക്ഷാപ്രവർത്തനത്തിനുണ്ട് എന്നവർ പറഞ്ഞപ്പോൾ പിന്നീട് അവർക്ക് നേരെ സൈബർ ആക്രമണം വരെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും പക്ഷെ അതിനുശേഷം അവർ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് വന്നില്ല. ജിതിനുൾപ്പെടെ ഈ ശിരൂരിലുള്ള ഏതാനും ബന്ധുക്കൾ മാത്രമാണ് ഈ വിഷയത്തിൽ, രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചത്. കുടുംബം ഇപ്പോഴും ഈ വിഷയത്തിലൊക്കെ അവർ ശാന്തരായിരിക്കുകയാണ്. അവർക്ക് പൂർണ്ണമായ വലിയ രീതിയിലുള്ള നിരാശയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് ന്യൂസ് 18നോട് സംസാരിച്ചപ്പോൾ ജിതിൻ പറഞ്ഞത്, ജിതിൻ അർജുനെ കണ്ടെത്തിയ ശേഷം മാത്രമേ അവിടെ നിന്ന് മടങ്ങൂ എന്നാണ്. ഈ ജിതിൻ ഉൾപ്പെടെ ബന്ധുക്കളെല്ലാം ഇപ്പോഴും ഈ ശിരൂരിൽ തുടരുകയാണോ ബൈജു? തീർച്ചയായും അവർ ഇതിനൊരു തീരുമാനം അവസാനം വരെയും പോകാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ശിരൂരിൽ തുടരുമെന്ന് തന്നെയാണ് ബന്ധുക്കൾ പറഞ്ഞത്. ഇതിലേറ്റവും ടോം സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ വലിയ തോതിലുള്ള സൈബർ അറ്റാക്കാണ് ഇവർക്കെതിരെ നടന്നത്. പക്ഷേ അത് കൃത്യമായ നിയമപരമായി അവർ മുന്നോട്ട് പോവുകയും അത്തരത്തിലുള്ള ചില ആൾക്കാരെ പിടികൂടുന്ന സാഹചര്യം, പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതോടുകൂടി നിലവിൽ അത്തരം സൈബർ അറ്റാക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിലേറ്റവും പ്രധാനം അർജുൻ എവിടെ എന്ന ചോദ്യമാണ്. നമുക്ക് കഴിഞ്ഞ 30 ദിവസമായി നമ്മൾ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് ഏറ്റവും പ്രധാനം ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകുമെന്ന ഒരു നിഗമനമാണ് രക്ഷാദൗത്യ സംഘങ്ങളും പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാബിൻ കണ്ടെത്തേണ്ടതുണ്ട്, ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നറിയേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ മറ്റ് ഇടങ്ങളിലേക്കുള്ള തെരച്ചിൽ. നമുക്കറിയാം ഒരുപാട് ദിവസം വൈകിയിരിക്കുന്നു, 30 ദിവസമായിരിക്കുന്നു. അതും ഉപ്പുവെള്ളമാണ്, കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പുഴയാണ്. അതുകൊണ്ട് തന്നെ ഉപ്പുവെള്ളമാണ്. ഏത് അവസ്ഥയിലായിരിക്കും അർജുൻ എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി അർജുനെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം വേണം. അത്തരത്തിലുള്ള ആശങ്കയൊക്കെ ഈ ശിരൂരിൽ നിന്ന് നമുക്ക് ഉയരുന്നുണ്ട്. എന്തായാലും ഈ ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ ഇതിനെല്ലാം ഉത്തരമുണ്ടാകൂ. ഏറ്റവും അവസാനഘട്ട ഒരു തെരച്ചിലാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചെന്ന് എം എൽ എയും പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ച് തിരച്ചിൽ തുടരണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. ടോം സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് മലയാളികളുടെ പ്രാർത്ഥനയായിരുന്നു അർജുനെ ആദ്യഘട്ടത്തിൽ അർജുൻ ജീവനോടെയുണ്ട്, അർജുനോട് തിരിച്ചു വരണം എന്നൊക്കെ, തിരിച്ചു കിട്ടുമെന്നൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. പിന്നീട് അത് മാറി ആ കരയിലെ തെരച്ചിലൊക്കെ പൂർണ്ണമായും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ പിന്നീട് പുഴയിലേക്ക് തെരച്ചിൽ മാറി. അപ്പോഴും പല ഘട്ടത്തിലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള വലിയ വീഴ്ച, വലിയ മന്ദഗതിയിലുള്ള തെരച്ചിലൊക്കെ വലിയ തിരിച്ചടിയെ ഒരു പക്ഷേ 5-10 ദിവസത്തിനകം തന്നെ എത്തിക്കേണ്ട സംവിധാനങ്ങളാണ് ഇപ്പോഴും ആ സംവിധാനങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഏറ്റവും ഒടുവിലാണിപ്പോൾ ഈ വലിയ യന്ത്രം, അത് പോർട്ട് കൊച്ചി ഗോവ പോർട്ടിൽ നിന്നുള്ള ഒരു യന്ത്രമാണ്. ഏതായാലും ആ യന്ത്രം കൊണ്ടുവരാനുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിവിടെ എത്തിക്കുക പ്രായോഗികമാണോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യമായി വരുന്നത്. കാരണം അത്രത്തോളം വലിയൊരു യന്ത്രം റോഡ് മാർഗം കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു. അവർ ഇവിടെ എത്തി പരിശോധിച്ചിരുന്നു. ഇനി ആകെയുള്ള പ്രതീക്ഷ കടൽ മാർഗം എത്തിച്ച് ഈ പുഴയിലേക്ക് എത്തിക്കുക എന്നാണ്. അതിനി എത്രത്തോളം ദുഷ്കരമായ പ്രവൃത്തിയാണെന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും പുഴയിൽ വലിയ തോതിൽ ജലം ഈ കലക്ക് നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല അടിയൊഴുക്ക് അല്പം ഇന്ന് രാവിലെ വരുമ്പോഴേക്കും അടിയൊഴുക്ക് കുറച്ച് കൂടിയിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ, അതായത് 5 ദിവസം ഈ കൊങ്കൺ മേഖലയിൽ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തിരച്ചിൽ വലിയ അനിശ്ചിതത്വം ഉണ്ടാകുമെന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു ആശങ്ക ഏതായാലും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമാക്കി 2 ദിവസമായിട്ട് ശക്തമായ മഴയായിരുന്നു ഈ പ്രദേശത്തുണ്ടായിരുന്നത്. അനുകൂല സാഹചര്യങ്ങൾ പലതും ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറായില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഈ ആശങ്കയ്ക്കൊക്കെ ഇടയാക്കിയത്. എന്തായാലും ഈ ഡ്രഡ്ജർ എത്തി, ഈ മണ്ണ്, ഈ പാറക്കൂട്ടങ്ങൾ, ഒപ്പം ഈ വലിയ ആ കൂറ്റൻ ആൽമരം, ഇതൊക്കെ ഇവിടുന്ന് എടുത്തു മാറ്റി വേണം ഇനി ലോറിക്കരികിലേക്ക് എത്താൻ. അത് എത്ര സമയം എടുക്കും? എന്നാൽ 10 നാൾ നീണ്ടു നിൽക്കുന്ന ഒരു രക്ഷാദൗത്യവുമായി എത്തിയാൽ മാത്രമേ ഇനി രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ. അതായത് രക്ഷാദൗത്യത്തിനുണ്ടായിരുന്ന സൈന്യം ഉൾപ്പെടുന്ന എല്ലാവരും അവിടെ നിന്ന് മടങ്ങിയോ? NDRF, അതുപോലെ ഇപ്പം പോലീസ്, മറ്റ് സംവിധാനങ്ങളൊക്കെ ശിരൂരിൽ നിലയുറപ്പിക്കുകയായിരുന്നു, അവിടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആരൊക്കെയാണ് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ളത്? അതോ ഇനി ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ച ശേഷം ഏതൊക്കെ സംഘങ്ങളായിട്ടായിരിക്കും ഇനി ബാക്കിയുള്ള തിരച്ചിൽ നടക്കുക ബൈജു?
മുഴുവൻ സേനാംഗങ്ങളും, അതായത് എല്ലാവരും ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് എല്ലാം പിന്മാറിയിരിക്കുന്നു. താൽക്കാലികമായി പൂർണ്ണമായും നിർത്തിവെച്ചു എന്ന് വേണം പറയാൻ. ഇന്നലെ ഏറ്റവും ഒടുവിലായി നേവിയും ഒപ്പം ഈശ്വർ ബൽപ്പിയും SDRFിന്റെ സംഘങ്ങളുമായിരുന്നു തെരച്ചിൽ നടത്തിയത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നത്. പ്രതികൂല കാലാവസ്ഥയായാൽ തിരച്ചിൽ നിർത്തുന്നുവെന്ന്. അതോടുകൂടി തന്നെ നേവിയുടെ സംഘം മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നീട് ഒരു അരമണിക്കൂറോളം ഈശ്വർ ബൽപ്പ ഇത്തരത്തിൽ തെരച്ചിൽ തുടർന്നു. അതിനിടയിൽ തന്നെ ലോറിയുടെ ഒരു കയർ ഭാഗം അന്ന് ലഭിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കാർവാർ, അതായത് ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും 1 മണിക്കൂർ മാത്രം അകലെയാണ് നേവിയുടെ ക്യാമ്പ് ഉള്ളത്. ആ ക്യാമ്പിൽ നിന്നാണ് ഈ സംഘം എത്തുന്നത്. അവർ ഈ ഡ്രഡ്ജർ എത്തിയാൽ ആ സമയം തന്നെ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനൊപ്പം SDRF, NDRFും എല്ലാ സംഘാംഗങ്ങളും, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങളും ഈ തെരച്ചിൽ ഉണ്ടാകും. അതിനപ്പുറം ക്രെയിൻ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഈ മരങ്ങളൊക്കെ പുറത്തേക്ക് നീക്കാനുള്ള ശ്രമവും അതോടൊപ്പം നടക്കും. ഏതായാലും നിലവിൽ ഈ മുങ്ങൽ വിദഗ്ധന്മാരെ കൊണ്ട് മാത്രം ഈ ലോറിക്കരികിലേക്ക് എത്താൻ കഴിയില്ല എന്നൊരു വിലയിരുത്തലാണ് എത്തിയത്. അത് കുടുംബവും സമ്മതിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 ദിവസമായി കാലാവസ്ഥ ആകെ മാറിയിരിക്കുന്നു, പ്രതികൂലമായ കാലാവസ്ഥയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി കാത്തിരിക്കേണ്ടി വരും. ഡ്രഡ്ജർ ഉപയോഗിച്ച് ഈ അടിയിൽ 45 മീറ്റർ ആഴത്തിലുള്ള മണ്ണ് വരെ മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ യന്ത്രമാണത്. ആ യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കി പാറക്കൂട്ടങ്ങളൊക്കെ നീക്കി ആ ലോറിക്കരികിലേക്ക് എത്താനുള്ള ഒരു ദൗത്യമാണ് തുടരേണ്ടത്. ഈ സംവിധാനം എത്തുന്നതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന ഏതൊക്കെ തെരച്ചിലിന് പങ്കെടുത്തവരുണ്ടോ, ദൗത്യ സംഘാംഗങ്ങളുണ്ടോ, അവരെല്ലാം ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് നേവി ഏത് സമയത്തും ഈ കാർവാറിന് എത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവർ ഏത് സമയത്തും എത്തുന്ന ഉറപ്പ് കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ യന്ത്രം എന്നെത്തിക്കാനാകും, അത് എത്തിക്കുമോ എന്ന ചോദ്യമൊക്കെയാണ് ബാക്കിയാവുന്നത്. എന്തായാലും ഈ തിരച്ചിലിൽ ഒരു ആശങ്ക പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഏതൊക്കെ രീതിയിലാണ് ഈ ജില്ലാ ഭരണകൂടം ഇതുമായി മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കി മാത്രമേ ഇത് പറയാൻ പറ്റൂ. കുടുംബം ഏതായാലും അവിടെ തന്നെ തുടരും. ഇതിലൊരു തീരുമാനമാകാതെ അവർ നാട്ടിലേക്ക് ഇല്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ്. എന്തായാലും ജിതിൻ ഉൾപ്പെടെ അവിടെ തങ്ങുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ AKM അഷ്റഫ് MLAയും ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു അനിശ്ചിതത്വം ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി എപ്പോൾ ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവുമായിട്ടില്ല. ഈ ഡ്രഡ്ജർ എപ്പോൾ എത്തുമെന്നതാണ് ഏറ്റവും പ്രധാനം. ടോം, യെസ്, അതുതന്നെയാണ് KV ബൈജു സൂചിപ്പിച്ചതുപോലെ ഏറെ നിരാശപ്പെടുത്തുന്ന കാര്യം. രക്ഷാദൗത്യത്തിലുണ്ടായിരുന്നവരെല്ലാവരും ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. പക്ഷേ അർജുൻ്റെ കുടുംബം, അർജുൻ്റെ ഉറ്റ ബന്ധുക്കൾ, ജിതിൻ ഉൾപ്പെടെയുള്ളവർ ശിരൂരിൽ തുടരുകയാണ്. അർജുനെ കണ്ടെത്തിയ ശേഷം മാത്രമേ അവർ മടങ്ങൂ എന്ന് പറയുന്നു. ഈ മാസം 20-ാം തീയതിക്ക് ശേഷം രക്ഷാദൗത്യം വീണ്ടും പുനരാരംഭിക്കുമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിലാണ് ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ഗുണ്ടാ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവർ കൊലക്കത്തിക്കിരകളായി കൊല ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. അതിൽ ഗുണ്ടാ കുടിപ്പകയും വ്യക്തിപരമായ പല വിരോധങ്ങളും കാരണമാകാം. അതാണ് തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശി ഷിബിലിക്കും സംഭവിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷിബിലിയെ കൊലപ്പെടുത്തിയത് സുഹൃത്തുക്കൾ ചേർന്നാണ്. സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കം കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട യുവാവിൻ്റെ ശരീരത്തിൽ അടിയും ചവിട്ടുമേറ്റതിൻ്റെ പാടുകളുണ്ട്. ആന്തരിക അവയവങ്ങൾക്കുണ്ടായ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ 2 പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ് വ്യക്തമാക്കി. VV വിനോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിനോദ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അടിക്കടി തിരുവനന്തപുരം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായിട്ടുള്ള കൊലപാതകങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ഇരയാണ് ഭീമാപ്പള്ളി സ്വദേശി ഷിബിലി. ഈ ഷിബിലിയെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ്? അതായത് സുഹൃത്തുക്കൾ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന് പോലീസ് പറയുന്നുണ്ട്. മറ്റേതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വിരോധമാണോ അതോ ഗുണ്ടാ കുടിപ്പകയാണോ ഈ കൊലപാതകത്തിൽ കലാശിക്കാനുള്ള കാരണം? ടോം, ഇതിൽ 2 സഹോദരങ്ങളാണ് പ്രധാന പ്രതികൾ. ഇനാസ്, ഇനാദ്, ഇങ്ങനെ 2 സഹോദരങ്ങളാണ്. ഇവരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇവർ ഇപ്പോൾ പൂന്തറ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളതായ വിവരം പുറത്തു വരുന്നുണ്ട്. മറ്റ് 2 പേർ കൂടി ഈ കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന ചില സൂചനകളുണ്ട്. ഏതായിരുന്നാലും ഇനാസ്, ഇനാദ് ഈ 2 പേരാണ് ഷിബിലിയെ കൊലപ്പെടുത്തിയതിലെ മുഖ്യപ്രതികളെന്ന് പോലീസ് പറയുന്നു. ഇതിന് കാരണമായി പറയുന്നത് ഗുണ്ടാ കുടിപ്പക തന്നെയാണ്. ഷിബിലിക്ക് 39 വയസ്സാണുള്ളത്. ഷിബിലി നേരത്തെ ഏതാണ്ട് 22ഓളം കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. ഈ ആളുകളെ മർദ്ദിച്ചതും മോഷണവും ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ ഷിബിലിക്കെതിരെ ഉണ്ട്. ആക്രമിച്ചത്, നേരത്തെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസുകൾ ഉൾപ്പെടെ ഷിബിലിക്കെതിരെ ഉള്ളതായ വിവരമാണ് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമുക്ക് നൽകിയത്. ഷിബിലി ഇനാദിനെ, ഈ സഹോദരങ്ങളിൽ ഒരാളായ ഇനാദിനെ പലപ്പോഴായി മർദ്ദിച്ചിരുന്നു.
നേരത്തെ ഈ കാപ്പ ശിക്ഷ അനുഭവിച്ച ഷിബിലി ആ ജയിലിലേക്ക് പോകുന്നതിന് മുൻപാണ് ഒരു തവണ ഇനാദിനെ മർദ്ദിക്കുന്നത്. അതിനുശേഷം ഈ ശിക്ഷ കഴിഞ്ഞ് കാപ്പ തടവുകാരനായി ജയിലിൽ കഴിഞ്ഞ ശേഷം പുറത്തേക്ക് വരികയും വീണ്ടും ഇനാദിനെ കടപ്പുറത്ത് വെച്ച് മർദ്ദിക്കുകയും ചെയ്തു. ഭീമാപള്ളിയിലാണ് ഈ സംഘർഷം പലപ്പോഴായി നടന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വീണ്ടും ഇനാദിനെ മർദ്ദിച്ചു. ഇത് ചോദിക്കാനാണ് ഈ സഹോദരങ്ങൾ. അവരും നിരവധി കേസുകളിൽ പ്രതികളാണ്. കേസുകളുണ്ട് എന്ന വിവരം തന്നെയാണ് പോലീസ് നൽകുന്നത്. പക്ഷേ ഷിബിലിയുടെ അത്രയും വലിയ കുറ്റവാളികളല്ല, ചെറിയ ചെറിയ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ന കാര്യമാണ് പോലീസ് നൽകുന്നത്. ഇനാദും നേരത്തെ തന്നെ ആളുകളെ ആക്രമിച്ചതും അങ്ങനെയുള്ള കേസുകൾ ഇവർക്ക് മേലും ഉണ്ടായിരുന്നു. ഈ ഗുണ്ടാ സംഘങ്ങൾ അല്ലെങ്കിൽ പല സംഘങ്ങളിലായി നേരത്തെ പ്രവർത്തിച്ചിരുന്ന ഇവർ പലപ്പോഴും ഏറ്റുമുട്ടുകയും ഈ ഷിബിലി ഒരു അറിയപ്പെടുന്ന കുപ്രസിദ്ധ ഗുണ്ടയായി തന്നെ ആ പ്രദേശത്ത് വളർന്നു വരികയും ഇവരെ മർദ്ദിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ഇതിൻ്റെ പ്രതികാരം എന്നോണമാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. 4 പേരായാണ് ഷിബിലിയെ കാത്തുനിന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇവർ മർദ്ദിക്കുകയായിരുന്നു. ഷിബിലിയെ മർദ്ദിക്കുകയും ശരീരത്തിൽ 3 മുറിവുകളാണുള്ളത്. പക്ഷേ ഇത് ഏതെങ്കിലും ആയുധം ഉപയോഗിച്ചുള്ള പരിക്കേൽപ്പിക്കലായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കൂടുതൽ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെ ഇനി വരേണ്ടതുണ്ട്. മർദ്ദനത്തിൽ മരിച്ചു എന്ന കാര്യമാണ് പോലീസ് പറയുന്നത്. അതായത് തൊഴിച്ചും ഇടിച്ചും കൊലപ്പെടുത്തി എന്ന് തന്നെയാണ്. തുടർച്ചയായ മർദ്ദനത്തിലാണ് ഷിബിലിയുടെ മരണം സംഭവിച്ചതെന്ന് കരുതുന്നു. അതേസമയം ഈ മുറിവുകൾ 3 മുറിവുകളുണ്ട്. എങ്ങനെയാണ് ഈ മുറിവുകൾ ഉണ്ടായതെന്ന കാര്യം പരിശോധിക്കുകയാണ്. ടോം പറഞ്ഞതുപോലെ ഒരിടവേളയ്ക്ക് ശേഷം തലസ്ഥാന നഗരത്തിൽ വീണ്ടും ഗുണ്ടാ വിളയാട്ടം സജീവമാവുകയാണ്. ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പോലീസിന് കാര്യമായ നടപടികൾ എടുക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഓപ്പറേഷൻ ആഗ് പോലുള്ള കാര്യങ്ങൾ നേരത്തെ പറയുകയും ഒരു തവണ, അതായത് ടോം തന്നെ നമുക്ക് അറിയാം, നമ്മുടെ ചാനലിൽ നമ്മൾ ഈ ഔറംഗസീബുമായി നടത്തിയ അഭിമുഖം, അതിനുശേഷം തുടർച്ചയായി വന്ന വാർത്തകൾ, ഇതിനുശേഷം കൊച്ചിയിലും തിരുവനന്തപുരത്തും വലിയ തോതിൽ ഓപ്പറേഷൻ ആഗിൻ്റെ നടപടികളുണ്ടായി. സംസ്ഥാന വ്യാപകമായി തന്നെ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനും കാപ്പ ചുമത്തുന്നതിനും അടക്കമുള്ള നാടുകടത്തുന്നത് അടക്കമുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോയി. പക്ഷേ ആ നടപടികളെല്ലാം മന്ദഗതിയിലാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടാകുന്നതായ ആരോപണമാണ് ഉയർന്നു വരുന്നത്. കാരണം ഒരാഴ്ച മുൻപാണ് പൗടിക്കോണത്ത് മറ്റൊരു വെട്ടുകത്തി ജോയി എന്ന അതാണ് വിനോദ്. കാരണം തലസ്ഥാന നഗരമാണ്, പോലീസ് ആസ്ഥാനത്തിൻ്റെ അടക്കം മൂക്കിൻ തുമ്പത്താണ് ഇതുപോലുള്ള പല സംഭവങ്ങളും, അക്രമ പരമ്പരകളും കൊലപാതക പരമ്പരയും ഒക്കെ നടക്കുന്നത്. നേരത്തെ കൊച്ചിയായിരുന്നു ഒരു ക്രൈം സ്പോട്ടെങ്കിൽ ഇപ്പോൾ അത് തിരുവനന്തപുരം ഈ ക്രൈം സ്പോട്ടായി മാറുന്നു. എന്തുകൊണ്ടാണ് പോലീസ് ഈ അക്രമികൾക്കെതിരെ അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാത്തത്? ഒറ്റപ്പെട്ട ചില ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ണിൽ പൊടിയിടാൻ ചില നടപടി ഉണ്ടാകുന്നതിനപ്പുറം പോലീസ് ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? മാത്രമല്ല, ഈ ഒരു കൊലപാതകം, ഈ ഷിബിലിയെ കൊലപ്പെടുത്തിയ സംഭവം നടന്നിട്ട് 1 ദിവസം പിന്നിടുന്നു. പ്രതികളെ തിരിച്ചറിഞ്ഞെങ്കിലും അവരെ കസ്റ്റഡിയിലെടുത്തു എന്നൊക്കെ ചില സൂചനകൾ ഉണ്ടെങ്കിൽ പോലും ഈ പൂർണ്ണമായും എല്ലാ പ്രതികളെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ വിനോദ്? 2 പ്രതികളും കസ്റ്റഡിയിലുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായിരുന്നാലും അന്വേഷണം പുരോഗമിക്കുന്നു എന്ന വിവരം അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. പക്ഷേ ഈ കൊലപാതകം ഇങ്ങനെ നടക്കുമ്പോൾ അടുത്തടുത്തുള്ള 2 കൊലപാതകങ്ങളാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? പോലീസിൻ്റെ നടപടി കൂടി നമുക്ക് പരിശോധിക്കാം. തിരുവനന്തപുരത്ത് കമ്മീഷണർക്ക് താഴെ ഒരു DCPയും ഒരു ACPയുമാണ് സാധാരണ നിലയിൽ ഉണ്ടായിരുന്നത്. ഒരു DCPയെ കൂടി ഇപ്പോൾ അഡീഷണലായി നിയമിച്ചിരുന്നു. പുതിയൊരു നിയമനം കൂടി നടത്തിയിരുന്നു. അതായത് ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു നടപടിയിലേക്ക് പോയത്. പക്ഷേ ഈ പോലീസിൻ്റെ തലപ്പത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അത് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു എന്ന് തന്നെയാണ്. ചിലർ തലപ്പത്ത് വരുമ്പോൾ വളരെ ഊർജിതമായ നടപടികൾ ഉണ്ടാവുകയും പിന്നീട് പോലീസ് തലപ്പത്തെ അഴിച്ചുപണി ആ തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ മാറുമ്പോൾ ആ നിലയ്ക്കുള്ള പ്രവർത്തനം ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. കാരണം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം അതും വലിയ തോതിൽ വിമർശന വിധേയമാകുന്നുണ്ട്. ഇത്തരം കാപ്പ ശിക്ഷ കഴിഞ്ഞിറങ്ങുന്ന ആളുകൾ, അങ്ങനെ ശിക്ഷിക്കപ്പെട്ട് വരുന്ന ആളുകൾ, തടവിൽ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ആളുകൾ, അവർക്ക് ഭീഷണിയുണ്ട് എന്ന കാര്യമുണ്ട്. നാടുകടത്തൽ നടപടി ഉൾപ്പെടെ എടുക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരം നടപടികൾ പൂർണ്ണതോതിൽ നടപ്പാകുന്നില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ വീഴ്ചയുണ്ടാകുന്നു എന്ന വിമർശനം ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട്. വെട്ടുകത്തി ജോയിയുടെ കാര്യത്തിലാണെങ്കിൽ നേരത്തെ തന്നെ ഈ കേസുകളിൽ പ്രതിയാണ്, എതിർ സംഘം ആക്രമിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മുൻകരുതൽ എന്ന നിലയ്ക്ക് പോലീസിന് സ്വീകരിക്കാൻ കഴിയുന്ന ചില നടപടികളുണ്ട്. പക്ഷേ ആ നടപടികളിലേക്ക് പോലീസ് പോകുന്നില്ല എന്നതാണ്. ഇത്തരം പരാതികൾ വന്നാൽ തന്നെയും പോലീസ് അത് പരിശോധിക്കുകയോ ഇവരെ നിരീക്ഷിക്കുകയോ ചെയ്യുന്നില്ല. DGP തന്നെ നൽകിയ ഉത്തരവുണ്ട്. ഇത്തരത്തിൽ ക്രിമിനൽ സംഘങ്ങളിൽപ്പെട്ടവർ, അവർ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ പുറത്തുള്ളവർ, ഇവരെല്ലാം തന്നെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനം
സംവിധാനം പോലീസിനുണ്ടാകണം, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉത്തരവാദിത്തമായി തന്നെയാണ് അത് എടുത്തു പറഞ്ഞിരുന്നതും. പക്ഷേ അപ്പോഴും ഈ പോലീസ് ഗുണ്ടാ ബന്ധം എന്ന കാര്യം വീണ്ടും ഉയർന്നു വരികയാണ്. പലപ്പോഴും വഴിവിട്ട രീതിയിൽ ചില പോലീസുകാരെങ്കിലും ഗുണ്ടാ സംഘങ്ങളുമായി സൗഹൃദമുണ്ടാക്കുന്നു, ഇവർക്ക് വിവരം ചോർത്ത് നൽകുന്നു, അല്ലെങ്കിൽ എതിർ സംഘങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള അവസരം ഇവരുടെ നിശബ്ദത മൂലം ഈ ഗുണ്ടാ സംഘങ്ങളെ ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനമുണ്ട്. നമുക്കറിയാം ഈ ഗുണ്ടാ ബന്ധത്തിൻ്റെ പേരിൽ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിരുന്നതാണ്. ഏതായിരുന്നാലും തിരുവനന്തപുരത്ത് ഒരു അശാന്തിയുടെ അന്തരീക്ഷം തന്നെയാണ്, നമുക്കത് പറയാതിരിക്കാൻ തരമില്ല. ഇപ്പോൾ 2 കൊലപാതകം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും പലപ്പോഴായി ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനം സജീവമാകുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. ബോംബ് നിർമ്മാണത്തിന് അടുത്തിടെയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ 2 കൈ തകർന്നു പോയത്. ആ തരത്തിൽ ഗുണ്ടാ സംഘങ്ങൾ തലപൊക്കുന്നു, അല്ലെങ്കിൽ അവർ വീണ്ടും സജീവമാകുന്നു. കൃത്യമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ടോം, സാധാരണ വിനോദ്, ഇതുപോലുള്ളൊരു കൊലപാതകം ഉണ്ടായാൽ അതിനൊരു തിരിച്ചടി ഉണ്ടാകാറുണ്ട്. കാരണം ഈ ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായിട്ടുള്ള അടിയും തിരിച്ചടിയും ഇത് തലസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ സജീവമായിട്ട് ഇപ്പോൾ നടക്കുന്നത്. ഈ ഷിബിലിയുടെ കൊലപാതകത്തിന് ശേഷം പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? കാരണം ഈ ഷിബിലിയുടെ സംഘാംഗത്തിൽപ്പെട്ടവർ മറുചേരിയിലുള്ള ആളുകളെ ആക്രമിക്കാനുള്ള സാധ്യത കൂടി പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ടോ? അതിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് വിനോദ്? ഇതിൽ പ്രധാനമായി ഈ 2 കൊലപാതകങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഗുണ്ടാ കുടിപ്പകയാണ്. പൂർവ്വവൈരാഗ്യം വെച്ച് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് തന്നെയാണ് അവിടെ ഈ പോലീസിൻ്റെ നിഷ്ക്രിയത്വം എന്നത് തന്നെയാണ് വിമർശനമായി വരുന്നത്. സ്വാഭാവികമായും ഇത്തരം ആളുകളെ നിരീക്ഷിക്കുകയും ഇവരെ കാപ്പ കഴിഞ്ഞാൽ പോലും നാടുകടത്തൽ പോലുള്ള നടപടികളുണ്ട്, അത് പൂർണ്ണമായും നടത്തണം. ഇവർ തുടർച്ചയായി ഏറ്റുമുട്ടുന്നു, വീണ്ടും സംഘടനത്തിൽ ഏർപ്പെട്ടു എന്ന വിവരം അറിഞ്ഞിട്ട് പോലും കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല. അത് കൊലപാതകത്തിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തുന്നു എന്നത് തന്നെയാണ്. ഇതിൻ്റെ തുടർ ആക്രമണങ്ങളും കൊലപാതകങ്ങളും ആ നിലയ്ക്ക് വൈരാഗ്യം വളരുകയും ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഈ ഓപ്പറേഷൻ ആഗിൻ്റെ സമയത്ത് നമുക്കറിയാം വിവിധ ജില്ലകളിലായി ഏതാണ്ട് 12,000-ത്തിലധികം അറസ്റ്റുകൾ നടന്നു. പക്ഷേ ഈ പല കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. തുടർന്നുള്ള നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണത്തിൽ വീഴ്ച വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് പലപ്പോഴും പൂർവ്വവൈരാഗ്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ അക്രമത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. നമുക്കറിയാം ഈ വെട്ടുകത്തി ജോയിയുടെ കാര്യത്തിൽ പോലും നേരത്തെ ഉണ്ടായ സംഘടനം അത് ഓട്ടോറിക്ഷ പിന്തുടർന്ന് കാറിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയും പിന്നീട് അവർ കടന്നു കളയുകയുമായിരുന്നു. അതായത് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുന്നത്. ദിവസങ്ങൾ നീണ്ട ആസൂത്രണം. ഏറ്റവും കൂടുതൽ നമുക്കറിയാം കരമനയിൽ നടന്ന കൊലപാതകം. അവിടെ വീടിന് മുന്നിൽ നിന്ന ചെറുപ്പക്കാരനെയാണ് ഈ വാഹനത്തിലെത്തിയവർ വെട്ടിക്കൊലപ്പെടുത്തി. അത് നമ്മൾ കണ്ടതാണ് ഏറ്റവും ക്രൂരമായ ദൃശ്യം. വലിയ കല്ല് ശരീരത്തിലേക്ക് ഇട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർച്ചയായി തലയിലും നെഞ്ചിലും കല്ല് ഇട്ട് കൊലപ്പെടുത്തുന്ന ആ ദൃശ്യം പുറത്തു വന്നിരുന്നു. CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഞെട്ടിക്കുന്ന നിഷ്ഠൂരമായ ഒരു കൊലപാതകം എന്ന് തന്നെ പറയാം. അവിടെയും ബാറിൽ നടന്ന ഒരു ചെറിയ വാക്കുതർക്കത്തിൻ്റെ പേരിൽ ആ തർക്കം സ്റ്റേഷനിലേക്ക് എത്തുകയും പക്ഷേ അവിടം കൊണ്ട് അവസാനിക്കാതിരിക്കുകയും പിന്നീട് അത് കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ തരത്തിൽ മുൻ വൈരാഗ്യങ്ങൾ പലപ്പോഴും കൊലപാതകത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ കാപ്പ തടവ് കഴിഞ്ഞിറങ്ങുന്നവർ, ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങുന്നവർ, ഇവരുടെ നിരീക്ഷണം ശക്തമാക്കാനുള്ള നടപടികളാണ് അനിവാര്യം. ടോം, അതാണ് വി വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ കാപ്പ കേസിൽ അകത്തായി പിന്നീട് പുറത്തിറങ്ങുന്ന പ്രതികളെ നിരീക്ഷിക്കാനുള്ള, ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരെ നിരീക്ഷിക്കാനുള്ള സംവിധാനത്തിൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ, പിഴവുകൾ ഉണ്ടാകുന്നതാണ് ഇതുപോലുള്ള ഗുണ്ടാ കുടിപ്പകയ്ക്കും അക്രമത്തിനും കൊലപാതകത്തിനുമൊക്കെ കാരണമായി വിനോദ് സൂചിപ്പിക്കുന്നത്. ശക്തമായ നടപടി പോലീസ് ഇനിയെങ്കിലും സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിൽ വീണ്ടും ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായിട്ടുള്ള കൊലപാതകങ്ങൾ അരങ്ങേറുമെന്ന സൂചനയാണ് ഈ ഷിബിലി കൊലക്കേസും സൂചിപ്പിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. പശ്ചിമ ബംഗാളിൽ യുവക് ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ രാജ്യത്താകമാനം പ്രതിഷേധം ആളിപ്പടരുന്നു. സമരം തുടരുമെന്ന് RG-കർ ആശുപത്രിയിലെ ഡോക്ടർമാർ വ്യക്തമാക്കി. ആശുപത്രി അടിച്ചു തകർത്ത കേസിൽ 30 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മമതാ ബാനർജി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. ആയിഷത്തുൽ ഷംന ചേരുന്നു വിശദാംശങ്ങളുമായി. ഷംന, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തെ വിവിധയിടങ്ങളിൽ ഉയരുന്നുണ്ട്. അതിനിടെ ഇന്നലെ
മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ CBI അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സമരരംഗത്തിറങ്ങുന്ന വിചിത്രമായ ചില നടപടികൾക്ക് പോലും കൊൽക്കത്ത നഗരം സാക്ഷ്യം വഹിച്ചതാണ്. ഇന്ന് ഇതിനെതിരെ, അതായത് മമതയ്ക്കെതിരെ വലിയ പ്രതിഷേധവുമായി BJP രംഗത്തെത്തുന്നു. മമതാ ബാനർജി രാജിവെക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നു. അതിനിടെ ഡോക്ടർമാർ രാജ്യത്താകമാനം പ്രതിഷേധവുമായി കൂടുതൽ പ്രതിഷേധം ശക്തമാക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള ഒരു സമര പരിപാടികളിലേക്കായിരിക്കും ഇനി ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും നീങ്ങുക? ടോം, തീർച്ചയായും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു സമരം തന്നെയാണ്, ഒരു പ്രതിഷേധം തന്നെയാണ് ഇത്. കാരണം രാജ്യവ്യാപകമായി തന്നെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നു. അതും 24 മണിക്കൂറാണ് പ്രതിഷേധം. ഇന്ന് രാവിലെ 6 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെയാണ് പ്രതിഷേധം നടക്കുന്നത്. ഒപ്പം നഴ്സിംഗ് അസോസിയേഷൻ്റെ ഒരു പിന്തുണ കൂടി ഈ സമരത്തിനുണ്ട്. രാജ്യത്ത് യുവ ഡോക്ടർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട, ബലാത്സംഗത്തിന് ഇരയായി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്രതിഷേധത്തിൽ രാജ്യം ഒന്നാകെ കടക്കുമ്പോൾ സംസ്ഥാനവും തീർച്ചയായും അതിൻ്റെ ഒപ്പം തന്നെയുണ്ട്. സംസ്ഥാനത്തുടനീളം ഇന്ന് പ്രതിഷേധമുണ്ട് ആശുപത്രികളിൽ. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ പ്രതിഷേധത്തിന് ആക്കം കൂട്ടുന്നത് OP വിഭാഗങ്ങളടക്കം ഇന്ന് പ്രവർത്തിക്കില്ല. ഈ 24 മണിക്കൂറും പ്രവർത്തിക്കില്ല. എമർജൻസി വിഭാഗം, അതുപോലെ ലേബർ റൂം, വാർഡ് എന്നിവ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. OP വിഭാഗങ്ങൾ ഉണ്ടാവില്ല. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച തീയതികൾ അടക്കം കൊടുത്ത സർജറികൾ വരെ മാറ്റിവെക്കും പ്രതിഷേധത്തിൻ്റെ ഭാഗമായി. അതുകൊണ്ടുകൂടി തന്നെയാണ്, അല്ലെങ്കിൽ രാജ്യം ഒന്നാകെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുന്നതോടുകൂടി തന്നെയാണ് തീർച്ചയായും ഈ ഒരു പ്രതിഷേധം ഇത്രയധികം ശ്രദ്ധ നേടുന്നതും ഒപ്പം രാജ്യം ഒന്നാകെ ഈ പ്രതിഷേധത്തിൻ്റെ ഒപ്പം നിൽക്കുന്നതും. ടോം, വളരെ ക്രൂരമായാണ് യുവ ഡോക്ടർ കൊല ചെയ്യപ്പെടുന്നത്. രാവിലെ 3 മണിക്ക് ഡോക്ടർ കൊല ചെയ്യപ്പെടുന്നു. അതിനുശേഷം 10 മണി വരെ ഈ യുവ ഡോക്ടറുടെ ഫോണിലേക്ക് സഹപാഠികളുടെ പോലും ഒരു ഫോൺ വന്നിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും സഹപാഠികൾ അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഈ യുവ ഡോക്ടറുടെ രക്ഷിതാക്കൾ CBIക്ക് മൊഴി നൽകിയിരുന്നു. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് വിഭാഗത്തിൻ്റെ അടക്കം പുറത്തു വന്ന റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ ഡോക്ടറുടെ ശരീരത്തിൽ നിന്നും ലഭിച്ച സ്രവം അത് 15 ഗ്രാം ഉണ്ടായിരുന്നു. ഒരു സാധാരണ പുരുഷൻ്റെ മാത്രമല്ല അത്, അതിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ട ബലാത്സംഗത്തിനാണ് ഈ യുവ ഡോക്ടർ ഇരയായിട്ടുള്ളത് എന്നുകൂടി ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടി ഈ രക്ഷിതാക്കൾ CBIക്ക് മൊഴി നൽകി കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. ഒപ്പം സഹപാഠികളടക്കം, ആശുപത്രി അധികൃതർ അടക്കം, കാരണം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറായിരുന്നു. എന്തുകൊണ്ട് ഈ ഡോക്ടറെ പുലർച്ചെ 3 മണി മുതൽ 10 മണി വരെ സഹപാഠികൾ പോലും വിളിച്ചില്ല എന്നത് വലിയ ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആശുപത്രി അധികൃതർക്കും സഹപാഠികൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ രക്ഷിതാക്കൾ അടക്കം CBIക്ക് മൊഴി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CBI ആദ്യം അന്വേഷണം കടുപ്പിച്ചതും. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ആശുപത്രിയുടെ മുൻ പ്രിൻസിപ്പലിനെ അടക്കം CBI കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തുടർന്ന് അറസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടികളോ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ രാജ്യം ഒന്നാകെ പ്രതിഷേധം ശക്തമാക്കുമ്പോൾ അതിന് കൂടെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഈ ഡോക്ടേഴ്സിൻ്റെ കൂടെയുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളായി ഡോക്ടേഴ്സിന് നേരെയുള്ള ആക്രമങ്ങൾ അല്ലെങ്കിൽ അതിക്രമങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ കൂടി വരികയാണ്. കേരളത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായത് തീർച്ചയായും ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷം തന്നെയായിരുന്നു. എന്നാൽ അപ്പോഴും രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടിട്ടില്ല. കുറെ കാലമായി ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു വലിയ പ്രതിഷേധം നമ്മൾ കണ്ടിട്ടില്ല. അതുതന്നെയാണ് ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത്. നിർഭയ കേസിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഈ ഡോക്ടറുടെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാരും സാധാരണ യുവതികളും വിദ്യാർത്ഥികളും അടക്കം തെരുവിലിറങ്ങുന്നത്. ഷംന, ഏത് രീതിയിലുള്ളൊരു നടപടി വേണമെന്നാണ് ഈ സമരക്കാരുടെ ആവശ്യം? അതായത് ഇന്ന് 24 മണിക്കൂർ OP വരെയും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഡോക്ടർമാരുടെ സമരം അത് രോഗികളെ ഉൾപ്പെടെ ദുരിതത്തിലാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും പശ്ചിമ ബംഗാളിൽ സമരം കൂടുതൽ ശക്തമാകുമെന്ന് പറയുന്നു. മുഖ്യപ്രതി പിടിയിലായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരമൊരു സമര രംഗത്തേക്ക് ഇറങ്ങാൻ ഇവർ തയ്യാറാകുന്നത്? കാരണം ആർക്കെതിരെ, ഈ ആശുപത്രി അധികൃതർക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യമാണോ ഇപ്പോൾ ഈ സമരക്കാർ ഉയർത്തുന്നത്?
തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ സമരക്കാരുടെ ആവശ്യം. കാരണം ഇതിൽ പ്രതി ഒരാളല്ല എന്നാണ് ഇവർ ഊന്നി പറയുന്നത്. ഈ പ്രതിഷേധക്കാരും ഈ കുടുംബവും ഒന്നിച്ച് പറയുന്നതും അത് തന്നെയാണ്. ഒരാളല്ല പ്രതി. ഈ റിപ്പോർട്ടിലടക്കം പുറത്തു വന്നത് പ്രകാരം കൂട്ടബലാത്സംഗത്തിനാണ് ഈ യുവ ഡോക്ടർ ഇരയായിട്ടുള്ളത്. ആരൊക്കെയാണോ ഇത് ഈ ആശുപത്രി അധികൃതരായാലും മറ്റാരാണെങ്കിലും ഉടൻ തന്നെ നിയമത്തിന് മുമ്പിൽ ഇവരെ കൊണ്ടുവരണം. തീർച്ചയായും ഡോക്ടർക്ക് നീതി ലഭ്യമാകുന്നത് വരെ പോരാടും. ആ ഒരു ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, ഒപ്പം ഡോക്ടേഴ്സിന്റെ സുരക്ഷ, ആശുപത്രി അധികൃതരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ഇവരുടെ ആവശ്യം. കാരണം കഴിഞ്ഞ കുറേ കാലമായി ഇത്തരത്തിൽ ആശുപത്രി ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഒരു തുടർക്കഥയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അവരുടെ ഒരു സുരക്ഷ ഉറപ്പുവരുത്തണം. ഒപ്പം ഈ ഡോക്ടർക്ക് നീതി ലഭ്യമാക്കണം. ആരൊക്കെയാണോ കുറ്റവാളികൾ അവരെ ഓരോരുത്തരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നത് തന്നെയാണ് വലിയ ആവശ്യമായി ഇവർ ഉയർത്തുന്നതും. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പ്രതിഷേധം ഇത്രയും അധികം ശക്തിപ്പെടുത്തുന്നതും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മമതാ ബാനർജി അടക്കമുള്ളവർ സമരരംഗത്ത് ഈ CBI അന്വേഷണം ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരുമ്പോൾ പോലും അപ്പുറത്ത് BJPയുടെ നേതൃത്വത്തിൽ മമതാ ബാനർജി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധവും കനക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ പ്രതിഷേധക്കാർക്കെതിരെ ഈ യുവ ഡോക്ടറുടെ മരണത്തിൽ, കൊലപാതകത്തിൽ പ്രതിഷേധിച്ചെത്തിയവർക്കെതിരെ സമരപ്പന്തൽ വരെ പൊളിച്ചല്ലെങ്കിൽ പോലീസിന്റെ വാഹനം വരെ തകർക്കുന്ന രീതിയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായി. അതിൽ ഇപ്പോൾ 30 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മറ്റനവധി പ്രതിഷേധങ്ങൾക്ക് കൂടി ഇപ്പോൾ ബംഗാൾ സാക്ഷ്യമാവുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം കനക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒപ്പം കൊൽക്കത്തയിലെ ആർജക്കാർ ആശുപത്രിയിലടക്കം ആ മേഖലകളിലടക്കം കുറച്ചുകൂടി കൂടുതൽ ശക്തമായ പ്രതിഷേധമായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലായി ലണ്ടൻ, ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള അവിടെയൊക്കെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ രാജ്യം മാത്രമല്ല, അല്ലെങ്കിൽ സംസ്ഥാനം മാത്രമല്ല ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുന്നത്. കാരണം അതിക്രൂരമായാണ് ഈ യുവ ഡോക്ടർ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പ്രകാരം കഴുത്തൊടിഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വകാര്യ ഭാഗങ്ങളിൽ ക്ഷതം സംഭവിച്ചിട്ടുണ്ടായിരുന്നു, കണ്ണട പൊട്ടി അതിൻ്റെ ഗ്ലാസ് കണ്ണിൽ തറച്ച് കയറുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടുകളെല്ലാം കൃത്യമായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് അത്രയും ക്രൂരമായ ഒരു കൊലപാതകത്തിനാണ് ഇരയാക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നീതി ഉറപ്പാക്കും വരെ, ഈ കുറ്റവാളികളെ ഓരോരുത്തരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും വരെ ശക്തമായി തന്നെ ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിക്കുന്നതും. ടോം. ആയിഷത്തുള്ള ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമ ബംഗാളിൽ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. ആലപ്പുഴ പൂച്ചാക്കലിൽ നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്ത കേസിൽ അന്വേഷണം തുടർന്ന് പോലീസ്. കുഞ്ഞിനെ കൊന്നതാണോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. അമ്മ ഡോണയെ കൂടുതൽ ചോദ്യം ചെയ്താലേ ഇതിൽ വ്യക്തത വരൂ. മറ്റു 2 പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി. ശരണ്യ, ഈ നവജാത ശിശുവിൻ്റെ മരണം, ദുരൂഹ മരണം നടന്നിട്ടിപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ, കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിട്ടതാണോ എന്ന കാര്യമാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. മറ്റു 2 പ്രതികൾക്ക്, അതായത് ഈ ഡോണയുടെ ആൺ സുഹൃത്തിനും അയാളുടെ സുഹൃത്തിനും, ആ 2 പേർക്കും ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറിയില്ല. ഡോണയ്ക്ക് മാത്രമാണ് ഈ കാര്യത്തെക്കുറിച്ച്, അതായത് കുഞ്ഞിന് എന്താണ് സംഭവിച്ചെന്ന കാര്യം അറിയാവുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ മൊഴി പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഡോണയെ ഒരു ചോദ്യം ചെയ്യലിന് വിധേയമാക്കാത്തത്? ഡോണയെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലേക്ക് വാങ്ങുമെന്നുള്ളതാണ് നമുക്ക്, അതായത് ഉടനെ തന്നെ പോലീസ് കസ്റ്റഡിയിലേക്ക് ഡോണ എത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ കാര്യം ഡോണയെ ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഡോണയുടെ ആൺസുഹൃത്തായ തോമസിനെയും ഒപ്പം തന്നെ അശോകിനെയും ചോദ്യം ചെയ്തെങ്കിലും അവരുടെ കയ്യിലേക്ക് കുട്ടിയെ കിട്ടിയത് മരണശേഷമാണ് എന്നുള്ള മൊഴിയിൽ തന്നെയാണ് കസ്റ്റഡി കാലയളവിലും അവർ നിന്നിട്ടുള്ളത്. അത് പോലീസ് വിശ്വാസത്തിലെടുക്കുകയും ഒരു പരിധിവരെ പോലീസ് അത് വിശ്വാസത്തിലെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ കുട്ടി എങ്ങനെ മരണപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ മൊഴികളാണ് ഡോണ നൽകിയിട്ടുള്ളത്. അതായത് പ്രസവ സമയത്ത് കുഞ്ഞ് കരഞ്ഞിരുന്നു എന്നുള്ള വിവരം ഡോണ പോലീസിനോടും ഒപ്പം തന്നെ ചികിത്സിച്ച ഡോക്ടറോട് സമ്മതിച്ചിട്ടുണ്ട്. അതിനുശേഷം കുട്ടി മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് പിന്നീട് കൈമാറുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായ
മൊഴികളാണ് പറയുന്നത്. ആരോഗ്യസ്ഥിതി മോശമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ റിക്കവറായി എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഉടൻ തന്നെ അന്വേഷണ സംഘം ഡോണയെ കസ്റ്റഡിയിലേക്ക് ആ കസ്റ്റഡി നടപടികളിലേക്ക് ചോദ്യം ചെയ്യലിലേക്ക് പോകുമെന്നുള്ള വിവരവും ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല ഈ കുഞ്ഞിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടന്ന തെളിവെടുപ്പിനകത്തും ഈ ഡോണയുടെ ആൺസുഹൃത്തായ തോമസ് പറഞ്ഞത് വീഡിയോ കോൾ വിളിച്ച് കുഞ്ഞിനെ കാണിക്കുമ്പോൾ മരണപ്പെട്ട ഒരവസ്ഥയായിരുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് അശോകും പറഞ്ഞിട്ടുള്ളത്. അതായത് തകഴിയിലെ അശോകിന്റെ വീട്ടിലുള്ളപ്പോഴാണ് ഈ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ള വിവരം കൈമാറുന്നത്. കുട്ടി ജനിച്ചു എന്ന് ഇവർ അറിയുന്നത് പോലും പ്രസവശേഷമാണ് എന്നുള്ളതാണ്. അതിലൊക്കെ കുറെ ദുരൂഹതകൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ള വിവരം ഡോണ അറിയിക്കുമ്പോഴാണ് അശോക് ആ മരണത്തെ സംബന്ധിച്ച് ആകുലതപ്പെടുകയും അവിടെ അന്ന് തളർന്നു വീഴുകയും ചെയ്തു. അതായത് കരഞ്ഞ് ബോധരഹിതനായി വീണു എന്നാണ് തോമസ് ബോധരഹിതനായി വീണു എന്നാണ് അശോകിന്റെ മൊഴിയുള്ളത്. അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയത് കൊണ്ടാണ് താൻ തോമസിനൊപ്പം ഡോണയുടെ പാണാവള്ളിയിലെ വീട്ടിലേക്ക് എത്തിയത് എന്നുള്ള മൊഴിയുമൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പോലീസ് അവരെ അത്ര അവിശ്വാസത്തിൽ എടുക്കുന്നില്ല. കാരണം ഈ ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാവുന്നയാൾ ഡോണയാണ് എന്നുള്ളതാണ്. എന്തായാലും കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ, കാരണം ഫോറൻസിക് പരിശോധനയിൽ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ഈ കുഞ്ഞ് എങ്ങനെ മരണപ്പെട്ടു എന്ന് കണ്ടെത്താനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആന്തരിക അവയവങ്ങൾ അടക്കം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇനി ലഭ്യമാകേണ്ടതുണ്ട്. പക്ഷേ ഈ കേസിൽ ഏറ്റവും പ്രധാനം ഡോണയാണ് ഈ ദുരൂഹതകളുടെ ചുരുളഴിക്കേണ്ടയാൾ. ഡോണയെ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. ഇപ്പോഴും നിലവിൽ കേസിൽ ആഡ് ചെയ്തിട്ടുള്ള വകുപ്പുകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെയുള്ള ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ളത്, പിന്നെ നവജാത ശിശുവിന്റെ മൃതദേഹം അത് അറിയാതെ സംസ്കരിച്ചു എന്നുള്ളതുമാണ്, മറവ് ചെയ്തു എന്നുള്ളതുമാണ് ഇപ്പോൾ നിൽക്കുന്ന വകുപ്പുകൾ. അതിനെ മറികടന്ന് മറ്റൊരു കൊലപാതക സാധ്യത ഇപ്പോഴും അന്വേഷണ സംഘം തള്ളുന്നില്ല. പ്രത്യേകിച്ച് കുഞ്ഞു കരഞ്ഞു എന്നുള്ള ഒരു മൊഴി നിലനിൽക്കുന്നു. മാത്രമല്ല ഈ കരഞ്ഞ കുഞ്ഞിനെ അത് പിന്നീട് നമുക്കറിയാം ഒരു നവജാത അത് തന്നെയാണ് ശരണ്യ പോലീസിനെ സംബന്ധിച്ച്. പോലീസ് ആ ഒരു തലത്തിലേക്ക് ഈ കേസ് ഒരു കൊലപാതക കേസാണെന്ന ഒരു നിഗമനം പോലീസ് എത്താനുള്ള കാരണം കുഞ്ഞ് കരഞ്ഞു എന്ന് ഡോണ പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ജനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി ഈ ഡോണ തന്നെ കൊലപ്പെടുത്തിയതാണെന്ന ഒരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? അതിലേക്ക് ഇനിയും അന്വേഷണ സംഘത്തിന് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ നമുക്കറിയാം നവജാത ശിശു ജനന സമയത്ത് അതിന് പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കുഞ്ഞിനെ പുറത്തെടുക്കുന്നത് മുതൽ അതിനകത്ത് കുഞ്ഞിനെ തുടയ്ക്കുന്നത് വരെ ഓരോ പ്രൊസീജിയറിലൂടെയാണ് കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർ അത്തരം കാര്യങ്ങളിലൂടെ കടത്തിയാണ് ഒരു കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യവാനായി പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. പക്ഷെ ഈ കുഞ്ഞ് പ്രസവിച്ച സമയത്ത് തന്നെ ഡോണ പ്രസവ സമയം കരുതി എന്നുള്ളത് കൃത്യമായി പോലീസ് പറയുന്നുണ്ട്. കാരണം സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചൊക്കെ തന്നെയാണ് ഈ പൊക്കൽ കൊടി മുറിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പൊക്കൽ കൊടി മുറിച്ചതിന് ശേഷം അത് സാധാരണ ക്ലിപ്പ് ചെയ്യുന്ന രീതിയുണ്ട്, അല്ലെങ്കിൽ അത് നമുക്കറിയാമല്ലോ രക്തസ്രാവം ഉണ്ടാവാത്ത രീതിയിൽ അത് കുഞ്ഞിന്റെ പൊക്കൽ കൊടി കുഞ്ഞുമായി ബന്ധപ്പെട്ട ഭാഗം അങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്. പക്ഷെ ഇത് അങ്ങനെ ഒന്നും സൂക്ഷിച്ചിരുന്നില്ല. അപ്പോൾ തന്നെ രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള നിഗമനം പോലീസിന് ഉണ്ട്. മാത്രമല്ല ശ്വാസതടസ്സം അനുഭവപ്പെടാനുള്ള അവസ്ഥ കുഞ്ഞിന് ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ, ഒരു നവജാത ശിശുവിനെ അത്തരം മരണസമാനമായ സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അതും ഈ പറഞ്ഞ പോലെയുള്ള കുറ്റങ്ങളോട് സമാനമായ രീതിയിലുള്ള കുറ്റം തന്നെയാണ്. അപ്പോ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണ സംഘത്തിന് അത്തരം സംശയങ്ങൾ നല്ല രീതിയിലുള്ള ഒരു കേസാണിത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിനും അക്കാര്യങ്ങൾ കൂടുതൽ വിശദമായി ഈ കേസിലെ മറ്റ് രണ്ടും മൂന്നും പ്രതികളെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. അവരുടെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ആ 2 പ്രതികളും നൽകിയ മൊഴിയിൽ പറയുന്ന കാര്യം ഈ കുഞ്ഞിനെ വീഡിയോ കോളിലൂടെ ഡോണ ഇവരെ കാണിച്ചിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ മാത്രമല്ല, അതോടൊപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കുഞ്ഞ് കരഞ്ഞതായി ഡോണ തന്നെ ഡോക്ടറോടാണ് വെളിപ്പെടുത്തിയത്. ഡോക്ടറുടെ മൊഴിയുമുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് ഈ സംഭവം ഒരു കൊലപാതകമാണെന്ന് ഒരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൽ വെല്ലുവിളി എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞിന്റെ മരണകാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് കുട്ടിയെ കൊല്ലനോടി പാടശേഖരത്ത് നിന്ന് കിട്ടുമ്പോൾ തന്നെ ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ജീർണാവസ്ഥയിലായിരുന്നു ശരീരം എന്നുള്ളതാണ്.
പോസ്റ്റ്മോർട്ടത്തിൽ അതുകൊണ്ട് കൃത്യമായ ഒരു ഫൈൻഡിങ്സിലേക്ക് എന്തുകൊണ്ട് ശ്വാസം മുട്ടിച്ചാണോ അങ്ങനെ കൊല്ലപ്പെട്ടതാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള ഒരു ഫൈൻഡിങ്സിലേക്ക് പോലീസിന് പോകാൻ കഴിഞ്ഞിട്ടില്ല, ഫോറൻസിക് സർജന് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഡോക്ടർ കൃഷ്ണൻ ബാലേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധമായ സംഘം തന്നെയാണ് ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ ഒരു കൃത്യമായ ഒരു കണ്ടെത്തലിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. അത് ഈ കുട്ടിയുടെ ജീർണാവസ്ഥ തന്നെയായിരുന്നു പ്രധാന വെല്ലുവിളി നേരിട്ടത്. നവജാത ശിശുവുമാണ്. അപ്പോ ഈ സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ, കൊടുക്കേണ്ട ഒരു കെയർ കുഞ്ഞിന് കൊടുത്തില്ലെങ്കിൽ പോലും അത്തരത്തിൽ മരണസമാനമായ അവസ്ഥയിലേക്ക് കുഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിൽ എന്നുള്ളത് സംബന്ധിച്ച് പോലീസിന് ഒരു നമ്മള് ആദ്യം ഈ കൊല്ലനോടി പടച്ചേർന്ന കുഞ്ഞിനെ എടുക്കുമ്പോൾ പോലും ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കിയിരുന്നത് കുട്ടി കൊലപാതകമാണോ മറ്റു കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാവൂ എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് പോലീസ് നേരിടുന്ന ഒരു വെല്ലുവിളിയും. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടും മറ്റ് കാര്യങ്ങളും ഒക്കെ അതായത് കുട്ടിയെ മൃതദേഹം മറവ് ചെയ്തു, രഹസ്യമായി മറവ് ചെയ്തു അടക്കമുള്ള വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കൊലപാതകം എന്ന് കൃത്യമായി പോകേണ്ട ഈ മൊഴി. പക്ഷെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഡോണ ആദ്യം ഡോക്ടർക്ക് നൽകിയ മൊഴി തന്നെയാണ്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടറോട് കുഞ്ഞ് കരഞ്ഞിരുന്നു എന്ന് ഡോണ വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്മത്തൊട്ടിലേക്ക് കൈമാറി നടക്കമുള്ള നിരവധി കള്ളങ്ങളും പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ബോധപൂർവം ഇത് പിന്നെ ആ വീടിനകത്ത് ആണ് പ്രസവിച്ചത്. അതായത് ഡോണയുടെ കിടപ്പുമുറിയിലാണ് പ്രസവം നടന്നത്. അത് കഴുകി നീക്കിയിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കാൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വീട്ടുകാര്. പക്ഷെ ഇപ്പോഴും മൊഴി കൊടുക്കുന്നത് ഡോണ പിന്നെ പ്രസവത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗർഭാവസ്ഥയെ സംബന്ധിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ മൊഴി കൊടുത്തിട്ടുള്ളത്. വീട്ടിലെ മുറിയിൽ രക്തക്കറ കണ്ടപ്പോ അത് മാസമുറയാണ് എന്നാണ് അവരെ ധരിപ്പിച്ചത് എന്നുള്ള കാര്യമൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞ തെളിവ് നശിപ്പിക്കാൻ അടക്കമുള്ള ഒരു കാര്യങ്ങൾ ഇതിൽ കുട്ടിയെ സൺഷെയ്ഡിൽ സൂക്ഷിച്ചു, സ്റ്റെയർകേസിന്റെ അടിയിൽ സൂക്ഷിച്ചു. അതൊക്കെ ഒരു നവജാത ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു സാഹചര്യം മനസ്സിലാവുമല്ലോ. അപ്പൊ ആ രീതിയിലുള്ള ശക്തമായ സംശയം പോലീസിനുള്ള കേസാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അവർക്ക് നിയമപരമായ വകുപ്പുകളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒക്കെ പോകണമെങ്കിൽ അതിൽ കൃത്യമായ എവിഡൻസ് കണ്ടെത്തി തന്നെ പോകേണ്ടി വരും. അതിൽ ഈ ഡോക്ടറുടെ മൊഴി നിർണായകമാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പല ദുരൂഹതകളുമുള്ള കേസാണ് ആലപ്പുഴ പൂച്ചാക്കലിലെ നവജാത ശിശുവിൻ്റെ മരണം. ഈ സംഭവത്തിൽ ചുരുളഴിയണമെങ്കിൽ ഡോണയെ, കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഡോണയെ വിശദമായി ചോദ്യം ചെയ്യണം. ഡോണയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് പോലീസ്. ചലച്ചിത്ര സംവിധായകൻ മേജർ രവിക്കെതിരെ തട്ടിപ്പ് കേസ്. ആ വാർത്ത പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. വിഷ്ണുവാണ്. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ചലച്ചിത്ര സംവിധായകൻ മേജർ രവിക്കെതിരെ പോലീസ് കേസെടുത്തു. ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ച് 12 ലക്ഷം രൂപ തട്ടിയെന്ന കേസിലാണ് തൃശൂർ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത്. വഞ്ചന കുറ്റത്തിനാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, ഈ മേജർ രവിക്കെതിരെ നേരത്തെ ഈ സാമ്പത്തിക തട്ടിപ്പ് കേസ് ഒരു പരാതി ഉയർന്നു വന്നതാണ്. ഇതിൽ മേജർ രവിക്ക് പങ്കുണ്ട് എന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ടോം, അങ്ങനെ തന്നെയാണ്. ഇരിങ്ങാലക്കുട പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. വഞ്ചന കുറ്റത്തിനാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മേജർ രവിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കേസിന് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. തണ്ടർഫോഴ്സ് എന്ന സെക്യൂരിറ്റി സ്ഥാപനത്തിന്റെ ഡയറക്ടർ ആക്കാമെന്ന് പറഞ്ഞാണ് പലപ്പോഴായി ലക്ഷങ്ങൾ ഈ പരാതിക്കാരിൽ നിന്നും മേജർ രവി തട്ടിയെടുത്തത്. മേജർ രവിയുടെ അക്കൗണ്ടിലേക്കാണ് കൂടുതൽ തുകയും ഇയാൾ നൽകിയതെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. മാസം 10 ലക്ഷം രൂപ വരുമാനം ലഭിക്കുമെന്ന ഉറപ്പിലാണ് ഈ തുക നൽകിയതെന്നും എന്നാൽ ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും നൽകിയ പണം തിരികെ ലഭിച്ചിട്ടില്ല എന്നുമാണ് പരാതിക്കാരൻ പറയുന്നത്. പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടാകാത്തതിനെ തുടർന്ന് പരാതിക്കാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. പിന്നീട് കോടതി നിർദ്ദേശപ്രകാരമാണ് മേജർ രവിക്കെതിരെയും മറ്റുള്ളവർക്കെതിരെയും കേസ് എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാലും ഇരിങ്ങാലക്കുട പോലീസാണ് ഈ കേസിൽ അന്വേഷണം നടത്തിയിരിക്കുന്നത്. മേജർ രവിയുടെ തണ്ടർഫോഴ്സ് സ്ഥാപനത്തിന്റെ ഉടമകളെയും കേസിൽ പ്രതികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അങ്ങനെയെങ്കിൽ ഇനി അടുത്ത പോലീസിന്റെ നീക്കം എന്തായിരിക്കും? ഈ മേജർ രവിയെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമോ നവമി? തീർച്ചയായും ടോം, മേജർ രവിക്കെതിരെ കേസെടുത്ത, അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത സാഹചര്യത്തിൽ ഉടനെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് സാധ്യത. എന്തായാലും പ്രതി ചേർത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. അതിന് മുന്നോടിയായി മേജർ രവി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ തള്ളിക്കളയാൻ കഴിയില്ല. ഒപ്പം മേജർ രവിയുടെ അക്കൗണ്ട് വിവരങ്ങളും പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട്. ഇതടക്കം, അതായത് ഈ പരാതിക്കാരൻ നൽകിയ 10 ലക്ഷം രൂപ പണമടക്കം കൊടുത്തിട്ടുള്ളത് മേജർ രവിയുടെ അക്കൗണ്ടിലേക്കാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്തായാലും അതനുസരിച്ച് മേജർ രവിയുടെ അക്കൗണ്ടുകൾ അടക്കം പണമിടപാട് നടത്തിയ എല്ലാ അക്കൗണ്ടുകളും പോലീസ് പരിശോധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അതിനുശേഷം കോടതിയിൽ സമർപ്പിക്കാനാണ് നീക്കം. ടോം. എസ് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ചലച്ചിത്ര സംവിധായകൻ മേജർ രവിക്കെതിരെയാണ് തൃശൂർ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. ഒപ്പം നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്നുണ്ട്. പമ്പ, മണിമല നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. ഐഷത്തുൽ ഷംന വീണ്ടും ചേരുന്ന വിശദാംശങ്ങളുമായി. ഷംന, അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്. അത് എത്ര ദിവസത്തേക്കാണ് ഈ മുന്നറിയിപ്പുള്ളത്? ടോം, ഓഗസ്റ്റ് 21-ാം തീയതി വരെ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഒപ്പം 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഉള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. ഒപ്പം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണുള്ളത്. വരും ദിവസങ്ങളിൽ നാളെയും 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും അതിശക്തമായി തന്നെ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് 2 നദികളിലെ ജലനിരപ്പ് അപകടകരമായ സാഹചര്യത്തിലേക്ക് ഉയരുന്നു, അല്ലെങ്കിൽ ഒരു പ്രളയ മുന്നറിയിപ്പ് പോലെ, അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തിലോട്ട് നദികളിലെ വെള്ളം ഉയരുന്നു എന്നത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് വരുന്നത് ഇപ്പോൾ പമ്പയിലും അതുപോലെ മണിമലയാറിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി ശക്തമായ മഴ കൂടി നിലനിന്ന് കഴിഞ്ഞാൽ അത് തീർച്ചയായും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കുക. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം തെക്കൻ കർണാടക തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലമായി തന്നെ ഈ മഴ ശക്തമാകും. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഒപ്പം കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോവരുതെന്ന് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. അനാവശ്യ യാത്രകൾ അല്ലെങ്കിൽ അത്തരം അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കൂടി കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് മുന്നറിയിപ്പ് വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ശക്തമായി മഴ തുടരുമെന്ന് തന്നെ മുന്നറിയിപ്പുണ്ട്. ഒപ്പം നദികളിലെല്ലാം ഈ ജലനിരപ്പ് ഉയരുമ്പോൾ അത് വലിയ ആശങ്കയാണ്. ഒപ്പം നമുക്കറിയാം, വയനാട്ടിലടക്കം തിരച്ചിൽ തുടരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് പുഴയിൽ വെള്ളം കൂടി ഒരു താൽക്കാലികമായി നിർമ്മിച്ച പാലം പോലും തകർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് മഴ ശക്തമാകുമ്പോൾ കടക്കുന്നതോടുകൂടി വരും ദിവസങ്ങളിൽ അത് എല്ലാ മേഖലയിലും സംസ്ഥാനത്ത് വ്യാപകമായി അത് വളരെയധികം ദോഷകരമായി ബാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ നദിയിലെ ജലനിരപ്പ് ഉയരുന്നതാണ് ഏറ്റവും കൂടുതൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഈ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ മഴ ശക്തമായി തുടർന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നേരിടേണ്ടി വരിക എന്നത് ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഈ മധ്യ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത എന്ന് പറയുന്നത്. മധ്യ കേരളത്തിലെ 4 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റതായത് വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും സ്ഥിതി എന്തായിരിക്കും? ടോം, വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും നിലവിൽ ഇപ്പോൾ യെല്ലോ അലേർട്ടുകൾ അല്ലെങ്കിൽ ശക്തമായ മഴ മുന്നറിയിപ്പാണുള്ളത്. എന്നാൽ മധ്യ കേരളത്തിലാണ് അതിശക്തമായ മഴ ഇന്നും അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു നില നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, വടക്കൻ കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്നത്. എന്നാൽ അത് മാറി ഇപ്പോൾ മധ്യ കേരളത്തിലോട്ടാവുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ്. ഒപ്പം ഈ പമ്പയിലും മലയാറിലും കൂടി ഈ നദികളിൽ അടക്കം യെല്ലോ അലേർട്ട് പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം
സാഹചര്യത്തിൽ മധ്യ കേരളത്തിലെ ഈ മഴ എങ്ങനെയായിരിക്കും പ്രതികൂലമായി ബാധിക്കുക എന്നത് വലിയ ആശങ്ക ഉണർത്തുന്നുണ്ട്. ഒപ്പം നമുക്കറിയാം വലിയൊരു ദുരന്തം കഴിഞ്ഞ് അതിൻ്റെ തിരച്ചിൽ നടപടികളെ അടക്കം ബാധിക്കുന്ന തരത്തിലായിരിക്കും ഈ ശക്തമായ മഴ. ഇപ്പോൾ വടക്കൻ കേരളത്തിലാണെങ്കിലും ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ആ ഒരു ആശങ്കയെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ നദികളിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഈ അതുപോലെ മലപ്പുറം, പാലക്കാട് ഒഴികെയുള്ള അല്ലെങ്കിൽ മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും ജലനിരപ്പ് ഉയരുന്നു എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ എന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ അത്തരം വാർത്തകൾ പുറത്തു വരുന്നതും. ടോം, ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.